ഗസയിൽ 11 പേരടങ്ങുന്ന കുടുംബത്തെ പൂർണ്ണമായി കൊലപ്പെടുത്തി ഇസ്രായേൽ. വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം 38 പേരെയാണ് ഇസ്രായേൽ വധിച്ചത്. റഫ അതിർത്തി നാളെ തുറക്കാനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇടപെട്ട് തടഞ്ഞു. 15 പലസ്തീൻ മൃതദേഹങ്ങൾ കൈമാറി ഇസ്രായേൽ. ക്രൂരപീഡനങ്ങൾ മരിച്ച പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ടില്ല. ഒരാഴ്ചക്കിടെ 47 തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചത്. ഇന്ന് കണ്ടെടുത്ത 2 മൃതദേഹങ്ങൾ രാത്രി കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. MCA നാസർ ചേരുന്നു. MCA, പൂർണ്ണമായി വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 38 പേരാണ് ഈ വെടിനിർത്തൽ കരാറിനു ശേഷം ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചതിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതാ 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ആ രീതിയിൽ ക്രൂരത ഇപ്പോഴും ഇസ്രായേൽ തുടരുകയാണ്. തുടക്കത്തിലെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലും ഈ പദ്ധതിയുമായി ട്രംപ് മുന്നോട്ട് വരുമ്പോൾ പോലും ഉണ്ടായിരുന്ന ആ സംശയം അത് വെറുതെ അല്ല, അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നാണോ ഇപ്പോഴത്തെ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിനെ അതിക്രൂരമായിട്ടുള്ള ഹത്യ ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയിലേക്കുള്ള റഫ പാത തുറക്കുമെന്ന പ്രഖ്യാപനം ഇനിയും അനിശ്ചിതമായിട്ട് നീളുകയാണ്. സഹായ വസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ഫലസ്തീൻകാരുടെ മൃതദേഹം കൈമാറുന്ന കാര്യത്തിലൊക്കെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും താല്പര്യക്കുറവും നേരിടുമ്പോൾ അതേക്കുറിച്ചൊന്നും തന്നെ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നില്ല. ഇന്നിപ്പം ആകെ 28 മൃതദേഹങ്ങളായിരുന്നു ഹമാസ് കൈമാറേണ്ടിയിരുന്നത്. അതിൽ 10 മൃതദേഹങ്ങൾ ഇതിനകം തന്നെ കൈമാറിക്കഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് കണ്ടെടുത്തിരിക്കുന്ന 2 മൃതദേഹങ്ങൾ ഇന്ന് രാത്രി പ്രാദേശിക സമയം 10 മണിയോടുകൂടി കൈമാറുമെന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായിട്ടുള്ള അൽഖസാം ബ്രിഗേഡ് അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ റഫ അതിർത്തി തുറക്കുമെന്നായിരുന്നു ഇന്ന് ഈജിപ്ത് പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്രായേലുമായിട്ട് അക്കാര്യത്തിൽ ധാരണയിലെത്തിയെന്നും ഈജിപ്ത് നേതൃത്വം അറിയിച്ചിരുന്നു. പക്ഷേ അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് തൽക്കാലം താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഒരറിയിപ്പുണ്ടാകുന്നതുവരെ റഫ അതിർത്തി തുറക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ്. അതായത് ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായും തങ്ങൾക്ക് ലഭ്യമാകുന്നത് വരെ ഈ അതിർത്തി തുറക്കുന്നതിന് താൻ താല്പര്യമില്ല എന്നൊരു പ്രതികരണം കൂടിയാണ് നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 360 പലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൈമാറേണ്ടതുണ്ട്. അതിൽ 120 മൃതദേഹങ്ങൾ ഇന്നലെയും ഇന്നിപ്പോൾ 15 മൃതദേഹങ്ങളും 135 മൃതദേഹങ്ങൾ മാത്രമാണ് കൈമാറിയിരിക്കുന്നത്. ആ കൈമാറിയ മൃതദേഹങ്ങളോട് എല്ലാ അർത്ഥത്തിലും ആ മൃതദേഹങ്ങൾ നടത്തിയ പരിശോധനയിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ, പീഡനങ്ങൾ ഈ മനുഷ്യർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല അവരിൽ ഭൂരിഭാഗം പേരെയും ആസൂത്രിതമായി തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന തെളിവുകളും പുറത്തുവിടുന്നുണ്ട്. ചില തിരിച്ചറിഞ്ഞ വളരെ അപൂർവം മൃതദേഹങ്ങൾ മാത്രമാണ്. അവ ഇന്ന് സംസ്കരിച്ചതായിട്ട് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 11 പേരെയാണ് ഇപ്പോൾ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നത്. യെല്ലോ ലൈനിലേക്ക് സൈന്യം പിൻവാങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വന്ന വാഹനത്തിന് നേരെ തങ്ങൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ അതിന് പറയുന്ന ന്യായീകരണം. ഈ പിന്നിട്ട ഒരാഴ്ച ഈ വെടിനിർത്തൽ പിന്നിടുന്നൊരു ഘട്ടത്തിൽ ഏതാണ്ട് 47 തവണയാണ് ഈ വെടിനിർത്തൽ ലംഘനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷെ അതേക്കുറിച്ചൊന്നും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം നടത്താൻ അമേരിക്ക തയ്യാറായിട്ടില്ല.